നമസ്കാരം. STV ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ അജയ് വിജയൻ. പ്രധാന വാർത്തകൾ. അനങ്ങനടി പഞ്ചായത്തിൽ അംഗൻവാടി ജീവനക്കാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് നിയോഗിച്ച സമിതിയിൽ രാഷ്ട്രീയ പക്ഷപാതം ആരോപിച്ച് പ്രതിപക്ഷ പ്രതിഷേധം. BJP UDF അംഗങ്ങൾ ശിശുവികസന ഓഫീസർക്ക് പരാതി നൽകി. നിലവിലെ പട്ടിക റദ്ദാക്കാതെ കമ്മിറ്റിയിലേക്ക് പുതിയ അംഗങ്ങളെ തെരഞ്ഞെടുത്ത നടപടി പുനഃപരിശോധിക്കണമെന്ന് ആവശ്യം. ചാവക്കാട് ബ്ലാങ്ങാട് ബീച്ചിൽ കടലാനയുടെ ജഡം കണ്ടെത്തി. കടലിൽ പൊങ്ങിക്കിടക്കുന്ന നിലയിൽ ജഡം കണ്ടെത്തിയത് കരയിൽ നിന്ന് 2 നോട്ടിക്കൽ മൈൽ അകലെ. വടക്കഞ്ചേരി ഇങ്കക്കാട് ജനവാസ മേഖലയിൽ കണ്ടെത്തിയ കൂറ്റൻ മലമ്പാമ്പിനെ പിടികൂടാനായില്ല. കേരള സർക്കാർ വെറ്റിനറി ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കലാമേള ഷൊർണൂരിൽ. നിഹാരിക 2024 സംഘടിപ്പിച്ചത് നിള റെസിഡൻസിയിൽ. കലാരംഗത്തെ മികവ് തെളിയിച്ച് വിവിധ ജില്ലകളിൽ നിന്നെത്തിയ വെറ്റിനറി ഡോക്ടർമാർ. ഗുരുസ്മരണയിൽ നാട്. ശ്രീനാരായണ ഗുരുവിന്റെ 97ാമത് മഹാസമാധി ദിനം ഇന്ന്. SNDP നേതൃത്വത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ സമാധി ദിനാചരണ ചടങ്ങുകൾ. വാർത്തകൾ വിശദമായി. അനങ്ങനടി ഗ്രാമപഞ്ചായത്തിലെ അംഗൻവാടി ജീവനക്കാരുടെ നിയമനത്തിനായി നിയോഗിക്കപ്പെട്ട സമിതിയിൽ ഏകപക്ഷീയമായി രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെ തെരഞ്ഞെടുത്തെന്നാരോപിച്ച് പ്രതിപക്ഷ പ്രതിഷേധം. നിലവിലെ പട്ടിക റദ്ദാക്കാതെ കമ്മിറ്റിയിലേക്ക് പുതിയ അംഗങ്ങളെ തെരഞ്ഞെടുത്ത നടപടി പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് BJPയും UDFന്റെയും നേതൃത്വത്തിൽ ജില്ലാ ശിശുവികസന ഓഫീസർക്ക് പരാതി നൽകി. അനങ്ങനടി ഗ്രാമപഞ്ചായത്തിലെ ഹെൽപ്പർ വർക്കർ തസ്തികയിലേക്ക് നടന്ന നിയമനത്തിൽ സമിതിയിലെ 2 സാമൂഹിക പ്രവർത്തകരെ ഏകപക്ഷീയമായി മാറ്റി പകരം 2 പേരെ നിലവിലെ പട്ടിക റദ്ദാക്കാതെ ഉൾപ്പെടുത്തിയത് രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് BJPയും കോൺഗ്രസും ആരോപിക്കുന്നത്. അംഗൻവാടികളിലെ വർക്കർമാരെയും ഹെൽപ്പർമാരെയും തെരഞ്ഞെടുക്കുന്നതിന് നിശ്ചയിക്കപ്പെട്ട കൂടിക്കാഴ്ച മാറ്റിവെക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം പഞ്ചായത്ത് ഓഫീസിൽ നടത്തിയ പ്രതിഷേധം സംഘർഷത്തിൽ കലാശിച്ചു. കമ്മിറ്റിയിലേക്ക് അംഗങ്ങളെ തിരഞ്ഞെടുത്തത് പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് BJPയും UDFും ശിശുവികസന ഓഫീസർക്ക് പരാതിയും നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ചാവക്കാട് ബ്ലാങ്ങാട് ബീച്ചിൽ കടലാനയുടെ ജഡം കണ്ടെത്തി. BBC സ്പീഡ് ബോട്ടിൽ യാത്രക്കാരുമായി പോകവേ കരയിൽ നിന്ന് 2 നോട്ടിക്കൽ മൈൽ അകലെ ഇന്നലെ വൈകിട്ട് 5 മണിക്കാണ് ജഡം കണ്ടെത്തിയത്. കടലിൽ പൊങ്ങിക്കിടക്കുന്ന നിലയിലാണ് ജഡം. രൂക്ഷമായ ദുർഗന്ധം അനുഭവപ്പെടുന്നുണ്ടെന്ന് ബോട്ടിലുണ്ടായിരുന്നവർ പറഞ്ഞു. ചെറുതുരുത്തി പൈങ്കുളം റോഡ് SNDP മേച്ചേരിക്കുന്ന് ശാഖയുടെ ആഭിമുഖ്യത്തിൽ ശ്രീനാരായണ ഗുരു സമാധി ദിനം ആചരിച്ചു. SNDP ചേലക്കര യൂണിയൻ സെക്രട്ടറി KR വിദ്യാധരൻ ഉദ്ഘാടനം ചെയ്തു. അതിലൊന്ന് നമ്മളോട് പറഞ്ഞു തന്നിരുന്നത് മദ്യം എന്ന വിഷയത്തെ പറ്റിയാണ്. ഇന്നതൊരു ആഘോഷമായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പത്രങ്ങളിൽ വായിച്ചു കാണും, ഇപ്പം മത്സരമുണ്ട്, ഏതൊക്കെ സോണുകളിലാണ് ഏറ്റവും കൂടുതൽ മദ്യം വിറ്റഴിച്ചിരിക്കുന്നത്. അതിനേക്കാൾ ഉപരി കഴിഞ്ഞ ദിവസം നമ്മൾ പത്രത്തിലെല്ലാം വായിച്ചു, ഒരു ഡോക്ടറെ കാമുകനും കൂടി ഒരു ഇടിച്ചിട്ട സ്ത്രീയുടെ ശരീരത്തിൽ കൂടെ കയറിപ്പോയൊരു വാഹനം അവർ കഴിച്ചിരുന്നത് മദ്യത്തിനേക്കാൾ 100 മടങ്ങ് വിഷലിപ്തമായ മറ്റ് രാസലഹരിയാണ് എന്ന് മനസ്സിലാക്കേണ്ടി. ശാഖ ഓഫീസ് ഹാളിൽ വെച്ച് നടന്ന സമാധി ദിനാചരണ പരിപാടിയിൽ സംഘടനയുടെ സ്ഥാപക നേതാവ് S നളിനാശൻ, ശാഖയുടെ ആദ്യ സെക്രട്ടറി KG ചന്ദ്രശേഖരൻ എന്നിവരുടെ അനുസ്മരണവും ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്കുള്ള അനുമോദന സദസ്സും നടന്നു. പരിപാടിയിൽ ശാഖാ പ്രസിഡന്റ് PV സഹദേവൻ അധ്യക്ഷനായി. SNDP ഡയറക്ടർ ബോർഡ് അംഗം സുജാ സുദേവൻ മുഖ്യപ്രഭാഷണം നടത്തി. ചേലക്കര യൂണിറ്റ് സെക്രട്ടറി BM ധർമ്മപാലൻ, മാളവിക ഹരിദാസ് തുടങ്ങിയവർ സംസാരിച്ചു. ശാഖാ സെക്രട്ടറി OS രവീന്ദ്രൻ സ്വാഗതവും യൂത്ത് മൂവ്മെന്റ് പ്രസിഡന്റ് MK രാജേഷ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. വടക്കാഞ്ചേരി ഇങ്കക്കാട് വട്ടപ്പറമ്പിൽ കണ്ടെത്തിയ കൂറ്റൻ മലമ്പാമ്പിനെ പിടികൂടാനായില്ല. ഇന്നലെ രാത്രിയാണ് ഇരുചക്ര വാഹന യാത്രികൻ KSAB സബ്സ്റ്റേഷനു പിറകിൽ വെള്ളച്ചാലിലൂടെ 10 അടിയോളം നീളം വരുന്ന മലമ്പാമ്പ് ഒഴിഞ്ഞുകിടക്കുന്ന പറമ്പിലേക്ക് കയറുന്നത് കണ്ടത്. അധികൃതരെ വിവരമറിയിച്ചതിനെ തുടർന്ന് പാമ്പ് പിടുത്ത വിദഗ്ധൻ കൂടിയായ ഫോറസ്റ്റ് വാച്ചർ രതീഷ് സ്ഥലത്തെത്തിയെങ്കിലും പാമ്പിനെ പിന്നീട് കണ്ടെത്താനായില്ല. പാമ്പിനെ പിടികൂടാൻ കഴിയാത്തത് പ്രദേശത്ത് ആശങ്കയ്ക്കിടയാക്കിയിട്ടുണ്ട്. പാലക്കാട് ജില്ലയിലെ ഏക വനിതാ എയ്ഡഡ് കോളേജായ മേഴ്സി കോളേജ് വജ്ര ജൂബിലി ആഘോഷം ഒക്ടോബർ 5 സമാപിക്കും. സമാപനത്തോടനുബന്ധിച്ച് സെപ്റ്റംബർ 23 മുതൽ 28 വരെ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് ഡോക്ടർ സിസ്റ്റർ TF ജോറി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 1964 പ്രീ ഡിഗ്രിയുമായി ആരംഭിച്ച മേഴ്സി കോളേജിൽ നിലവിൽ 13 മേജർ കോഴ്സും 31 മൈനർ കോഴ്സും 12 മൾട്ടി ഡിസിപ്ലിനറി കോഴ്സുമുണ്ടെന്ന് ഡോക്ടർ സിസ്റ്റർ ജോറി TF അറിയിച്ചു. ISRO എക്സിബിഷൻ
അവരിവിടെ വന്ന് ഞങ്ങളുടെ ഓഡിറ്റോറിയത്തിൽ എക്സിബിഷൻ നടത്തും. പുറത്തുള്ള ബാക്കി എല്ലാ സ്റ്റുഡൻസിനും പബ്ലിക്കിനെല്ലാം വന്ന് കാണാനുള്ള എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾ അവിടെ ചെയ്യുന്നുണ്ട്. പിന്നെ 26-ാം തീയതി ഞങ്ങളുടെ സാമ്പത്തിക ശാസ്ത്ര വിഭാഗം നടത്തുന്ന കൊലോക്കി എന്നൊരു ഡിബേറ്റ് നടത്തുന്നുണ്ട്. അന്ന് തന്നെ ഇംഗ്ലീഷ് വിഭാഗം നടത്തുന്ന ഇംപ്രഷൻസ് ഒരു ഫോട്ടോ എക്സിബിഷൻ അന്ന് തന്നെ സംഘടിപ്പിക്കുന്നുണ്ട്. പിന്നെ 27-ാം തീയതി സസ്യശാസ്ത്ര വകുപ്പ് നടത്തുന്ന മെഡിക്ക എന്നൊരു പ്രഭാഷണ പരിപാടിയുണ്ട്. പിന്നെ കോളേജിലെ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ വകുപ്പുകൾ പല വിധത്തിലുള്ള സ്റ്റോളുകൾ വെച്ചിട്ടൊരു എക്സ്പോ നടത്തുന്നുണ്ട്. 27, 28 2 ദിവസത്തെ പരിപാടിയാണ്. സെപ്റ്റംബർ 23 മുതൽ 28 വരെ വിവിധ പരിപാടികൾ വജ്രജൂബിലി സമാപനത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കും. ISRO നേരിട്ട് നടത്തുന്ന എക്സിബിഷൻ, സാമ്പത്തിക ശാസ്ത്ര വിഭാഗം നടത്തുന്ന ഡിബേറ്റ്, ഇംഗ്ലീഷ് വിഭാഗത്തിന്റെ ഇംപ്രഷൻ ഫോട്ടോ പ്രദർശനം, സസ്യശാസ്ത്ര വിഭാഗത്തിന്റെ മെഡിക്ക, വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ സ്റ്റാളുകൾ, ജന്തുശാസ്ത്ര വിഭാഗം നടത്തുന്ന വെച്ചേഴ്സ്, സോഷ്യൽ വർക്ക് വിഭാഗം നടത്തുന്ന ആർട്ടിസ്റ്ററി തുടങ്ങി എക്സ്പോയും പ്രഭാഷണങ്ങളും ഒരാഴ്ച സംഘടിപ്പിക്കും. കലാകായിക മത്സരങ്ങളും ആഘോഷത്തിന്റെ ഭാഗമായി നടത്തും. നിർധനരായ വിദ്യാർത്ഥികളുടെ വീടുകളുടെ ശോച്യാവസ്ഥ പരിഹരിച്ചു നൽകുന്നതിനൊപ്പം നിരവധി സേവന ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ഇതിനകം നടപ്പാക്കിയിട്ടുണ്ട്. ജില്ലാ ആശുപത്രിയിലെ അത്യാഹിത വിഭാഗങ്ങൾക്ക് ആധുനിക ഉപകരണങ്ങൾ ആഘോഷത്തിന്റെ ഭാഗമായി കൈമാറും. മാനവസേവ ഈശ്വര സേവ എന്ന ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന കോളേജിൽ നിലവിൽ 2000-ഓളം വിദ്യാർത്ഥിനികൾ പഠിക്കുന്നുണ്ടെന്നും പ്രിൻസിപ്പാൾ ജോറി പറഞ്ഞു. അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രേഖ വാസുദേവൻ, PTA പ്രസിഡന്റ് ഭവജൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. CPIM പുതുശ്ശേരി ലോക്കൽ കമ്മിറ്റി അംഗവും DYFI വില്ലേജ് സെക്രട്ടറിയുമായിരുന്ന രാജൻ അനുസ്മരണം നടന്നു. അനുസ്മരണ പൊതുയോഗം A. പ്രഭാകരൻ MLA ഉദ്ഘാടനം ചെയ്തു. സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയ്ക്കു ശേഷം നടന്ന പൊതുയോഗത്തിൽ പുതുശ്ശേരി സൗത്ത് ലോക്കൽ സെക്രട്ടറി K. സുരേഷ് അധ്യക്ഷനായി. ഏരിയ സെക്രട്ടറി S. സുഭാഷ് ചന്ദ്രബോസ്, ജില്ലാ കമ്മിറ്റി അംഗം നിതിൻ കണിശ്ശേരി, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ S. സുഭാഷ്, V. ബിജോയ്, SB രാജു, പുതുശ്ശേരി നോർത്ത് ലോക്കൽ സെക്രട്ടറി C. പ്രശാന്ത്, K. അജീഷ്, N. ചൊക്കനാഥൻ, R. മനു തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കേരള ഗവൺമെന്റ് വെറ്റിനറി ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കലാമേള ഷൊർണൂരിൽ നടന്നു. നിഹാരിക 2024 എന്ന പേരിൽ നിള റെസിഡൻസിയിൽ സംഘടിപ്പിച്ച കലാമേള അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ കുര്യാക്കോസ് മാത്യു ഉദ്ഘാടനം ചെയ്തു. സർവീസ് സംഘടനകൾ എന്നും പോരാട്ടത്തിന്റെ പാതയിലാണെന്ന് അദ്ദേഹം പറഞ്ഞു. സർവീസ് സംഘടനയെ സംബന്ധിച്ചോളം എന്നും പോരാട്ടങ്ങൾ അവസാനിക്കുന്നില്ല. പ്രൊഫഷണൽ സംഘടനകളെ സംബന്ധിച്ചോളം ആഘോഷങ്ങൾ മാത്രം മാറ്റി അവർക്ക് ചടങ്ങുകളായിട്ട് പരിപാടികൾ തീർക്കാമെങ്കിൽ സർവീസ് സംഘടനയെ സംബന്ധിച്ചിടത്തോളം പോരാട്ടങ്ങളാണ് നമ്മുടെ വിജയം. ആ പോരാട്ടങ്ങൾ എന്ന് അവസാനിക്കുന്നു അന്ന് സംഘടനയുടെ പ്രസക്തി നഷ്ടപ്പെടും. അതുകൊണ്ട് നമ്മുടെ അംഗങ്ങൾക്ക് ആർക്കെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ സങ്കടപ്പെടുകയല്ല, മറിച്ച് ആ പ്രശ്നങ്ങൾ നേരിടുവാൻ അവരെ സജ്ജരാക്കി അവരോടൊപ്പം ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. KGVOA സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ സയ്യിദ് അബൂബക്കർ സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു. ജോയിന്റ് സെക്രട്ടറിമാരായ ഡോക്ടർ ശിവദാസ് KT, ഡോക്ടർ ഷമീം ആലുങ്കൽ, ഡോക്ടർ B. ബിജു എന്നിവർ പ്രസംഗിച്ചു. വിവിധ ജില്ലകളിൽ നിന്നുള്ള വെറ്റിനറി ഡോക്ടർമാർ ലളിതഗാനം, സംഘഗാനം, നൃത്തനൃത്യങ്ങൾ, സ്കിറ്റ്, കഥ, കവിത എന്നീ ഇനങ്ങളിലാണ് മാറ്റുരച്ചത്. ചടങ്ങിൽ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ പ്രദീപ് ജേക്കബ് സ്വാഗതവും ജനറൽ കൺവീനർ ഡോക്ടർ ലേഖ ഗ്രിഗോറിയസ് നന്ദിയും പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. വളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീ CDSന്റെ 26-ാം വാർഷികാഘോഷം നടന്നു. വാർഷികാഘോഷ പരിപാടികൾ പട്ടികജാതി പട്ടികവർഗ കോർപ്പറേഷൻ ചെയർമാൻ UR പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. ഈ പ്രസ്ഥാനമുണ്ടാക്കിയ ഒരു മാറ്റം തന്നെയാണ് നമുക്ക് ചെറുതായി കാണാൻ കഴിയുന്നത്. ഇന്ന് ലോകത്ത് എല്ലാ ഭാഗത്തു നിന്നും ഈ പ്രസ്ഥാനത്തിൻ്റെ ഇടപെടലും ഈ പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയും കണ്ട് അത്ഭുതപ്പെട്ട് അന്വേഷിക്കാൻ വരികയാണ്. ആമസോണും അതുപോലെ തന്നെ ഫ്ലിപ്കാർട്ട് ഉൾപ്പെടെയുള്ള ഓൺലൈൻ കച്ചവടക്കാർ അവർ ലോകത്തെ തന്നെ കീഴടക്കുന്ന ആളുകളാണ്. അവർ തന്നെ ഭയക്കുന്നു. ഈ കുടുംബശ്രീയുടെ ഉൽപ്പന്നം ഇപ്പോൾ ഓൺലൈൻ മാർക്കറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുക അല്ലേ? കുടുംബശ്രീ ബസാർ എന്ന രീതിയിലാണ് ഇപ്പോൾ കുടുംബശ്രീ നിങ്ങളുണ്ടാക്കുന്ന ഓരോ ഉൽപ്പന്നങ്ങളും ഓൺലൈൻ വഴി ലോകത്തിൻ്റെ ഏത് മുക്കിലേക്ക് വേണമെങ്കിൽ ഇപ്പോൾ അയക്കാൻ അല്ലെങ്കിൽ വിൽക്കാൻ ഇപ്പോൾ സംവിധാനം സർക്കാർ ഉണ്ടാക്കിയിട്ടുണ്ട്. ചെറുതുരുത്തി കുടുംബശ്രീ പരിശീലന കേന്ദ്രത്തിൽ വെച്ച് നടന്ന വാർഷികാഘോഷ പരിപാടിയിൽ വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ അധ്യക്ഷനായി. ചടങ്ങിൽ വെച്ച് വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച കുടുംബശ്രീ അംഗങ്ങളെയും കൃഷിക്കാരെയും ആദരിച്ചു. സുരേഷ് ബാബു മുഖ്യപ്രഭാഷണം നടത്തി.
ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി നിർമ്മലാദേവി, സെക്രട്ടറി NM ഷെരീഫ്, വാർഡ് മെമ്പർമാരായ ബിന്ദു, PA യൂസഫ്, മിനി, MM ജമീല, ബുഷ്ര തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പ്രൊവിഡന്റ് ഫണ്ട് പെൻഷനേഴ്സിന് അനുകൂലമായ കോടതി വിധികളെ അട്ടിമറിക്കാനുള്ള നീക്കമാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നതെന്ന് PFPA. സെപ്റ്റംബർ 22 നടക്കുന്ന ജില്ലാ സമ്മേളനത്തിൽ ഭാവി സമര പരിപാടികൾ ചർച്ച ചെയ്യുമെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ പാലക്കാട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പാർലമെന്റ് കമ്മിറ്റികളും കോടതി വിധികളും തൊഴിലാളികൾക്ക് അനുകൂലമാണ്. നിലവിലുള്ള പെൻഷൻ പരിഷ്കരിക്കണമെന്ന വിവിധ കമ്മിറ്റികളുടെ നിർദ്ദേശങ്ങളെ കേന്ദ്ര സർക്കാർ അവഗണിക്കുകയാണ്. PF-ൽ കേന്ദ്ര സർക്കാർ വിഹിതം കേവലം 1.6% മാത്രമാണ്. തൊഴിലാളി വിഹിതം ഉപയോഗിച്ച് നടപ്പിലാക്കുന്ന പെൻഷൻ പരിഷ്കരിക്കുന്നില്ലെന്ന് മാത്രമല്ല, PF-കാർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ട്രെയിൻ യാത്രാ സൗകര്യം ഉൾപ്പെടെ നിർത്തലാക്കി. പെൻഷൻ കണക്കാക്കുന്ന രീതിയിലെ മാറ്റം തന്നെ PF ഇല്ലാതാക്കുന്നതിന്റെ ഭാഗമാണെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. തന്നെ നല്ല പെൻഷൻ കൊടുക്കാൻ പറ്റും. ഇത് 2013 രാജ്യസഭ പെറ്റീഷൻ കമ്മിറ്റി ചെയർമാൻ ഭഗത് സിംഗ് കോഷിയാരി എഴുതിയ റിപ്പോർട്ടിൽ പറയുന്നതാണ്. അദ്ദേഹം പിന്നെ മന്ത്രിയായി, ഒന്നും നടന്നില്ല, അതിനെ ചുട്ടിക്കളഞ്ഞു. അങ്ങനെ നിരവധി കോടതി വിധികൾ, നിരവധി ഗവൺമെന്റ് തലത്തിലുള്ള പഠനങ്ങളെല്ലാം ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതൊന്നും നടപ്പിലായില്ല. ആ സാഹചര്യത്തിലാണ് വീണ്ടും ഈ അപ്പീല് സുപ്രീം കോടതി വന്നപ്പം 15 ലക്ഷം കോടി രൂപ വേണ്ടി വരുമെന്നാണ് ഗവൺമെന്റ് വക്കീല് സുപ്രീം കോടതി പറഞ്ഞത്. അങ്ങനെ ഒരു കണക്കൊന്നുമില്ല. അങ്ങനെ ഒരു കണക്ക് സ്ഥിതിവിവര കണക്കൊന്നും മറ്റോ അഡ്വക്കേറ്റ് ജനറലിന്റെ അല്ല, ഈ അക്കൗണ്ടന്റ് ജനറലിന്റെ കയ്യിലുമില്ല, ഗവൺമെന്റ് കയ്യിലുമില്ല, EPFയുടെ കയ്യിലുമില്ല. കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി, ഭയപ്രമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ജില്ലാ പ്രസിഡന്റ് P സദാനന്ദൻ, സെക്രട്ടറി R പുരുഷോത്തമൻ, ട്രഷറർ VP രാധാകൃഷ്ണൻ, V രാമകൃഷ്ണൻ, C കൃഷ്ണകുമാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. അമ്പലപ്പാറ സെക്കൻഡ് വില്ലേജ് ഓഫീസ് സ്മാർട്ട് ആകുന്നു. വില്ലേജ് ഓഫീസ് കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം വെള്ളിയാഴ്ച രാവിലെ റവന്യൂ മന്ത്രി K രാജൻ നിർവഹിച്ചു. ഓൺലൈനായാണ് മന്ത്രി K രാജൻ സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിട നിർമ്മാണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. കേരളത്തിലെ പുതിയതായി സ്മാർട്ട് വില്ലേജാക്കി മാറ്റാൻ പോകുന്ന 26 കെട്ടിടങ്ങളുടെ തറക്കല്ലിടൽ ഇന്ന് നിർവഹിക്കപ്പെടുകയാണ്. എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന മുഖമുദ്രാവാക്യത്തോടെ കേരളത്തിലെ റവന്യൂ രംഗത്തെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വപരമായ പങ്ക് റവന്യൂ വകുപ്പ് വഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണിത്. എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന മുദ്രാവാക്യം ഉയർത്തുമ്പോൾ തന്നെ അതിനനുരോധമായ വിധത്തിലുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകാൻ വലിയ ശ്രദ്ധയാണ് ഗവൺമെന്റ് പ്രത്യേകമായി കാണിക്കുന്നത്. കേരളത്തിലെ 1666 വില്ലേജുകളും സമ്പൂർണമായി സ്മാർട്ടാക്കുക എന്നുള്ളതാണ് ഗവൺമെന്റ് കാലത്തെ പ്രവർത്തനത്തിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ കാണുന്നത്. കേരളത്തിലെ 1666 വില്ലേജുകളും 78 താലൂക്ക് ഓഫീസുകളും 27 RD ഓഫീസുകളും കളക്ടറേറ്റുകളും സെക്രട്ടേറിയറ്റിന് മുമ്പായി ലാൻഡ് റവന്യൂ കമ്മീഷണറേറ്റും പിന്നെ സെക്രട്ടേറിയറ്റും, വില്ലേജ് തലം മുതൽ സെക്രട്ടേറിയറ്റ് തലം വരെയുള്ള എല്ലാ ഓഫീസുകളും ഈ സംവിധാനങ്ങളായി മാറ്റാൻ ഉള്ള വലിയ പരിശ്രമം നമുക്ക് പൂർത്തീകരിക്കാനായി. അങ്ങനെ ഒരു ഘട്ടത്തിലാണ് ഈ 26 വില്ലേജുകൾക്ക് കൂടി ഇവിടെ തറക്കല്ലിടുന്നത്. കുറഞ്ഞ കാലം കൊണ്ട് ഈ വില്ലേജ് ഓഫീസുകളുടെ നിർമ്മാണ പ്രവർത്തനം നമുക്ക് പൂർത്തിയാക്കണം. നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാക്കുന്ന ഈ വില്ലേജ് ഉൾപ്പെടെയുള്ള വില്ലേജുകളെ സ്മാർട്ടായ നടപടികളിലേക്ക് കൊണ്ടുപോയി അതെല്ലാം വേഗത്തിൽ നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഒറ്റപ്പാലം MLA K പ്രേംകുമാർ അധ്യക്ഷത വഹിച്ചു. തഹസിൽദാർ CM അബ്ദുൾ മജീദ് സ്വാഗതം പറഞ്ഞു. അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P വിജയലക്ഷ്മി ടീച്ചർ, വൈസ് പ്രസിഡന്റ് T ശശികുമാർ, ജില്ലാ പഞ്ചായത്ത് അംഗം പ്രീത മോഹൻദാസ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ്, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ AI സീനത്ത്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P മുഹമ്മദ് കാസിം, ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം P സ്മിത, വാർഡ് മെമ്പർ സൗദ സലീം, വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രാദേശിക നേതാക്കൾ തുടങ്ങിയവർ സംസാരിച്ചു. അമ്പലപ്പാറ സെക്കൻഡ് വില്ലേജ് ഓഫീസർ ഷിജു വൈ ദാസ് നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. സെപ്റ്റംബർ 22 മുതൽ 29 വരെ നടക്കുന്ന അഖില ഭാരത നാരായണീയ മഹോത്സവത്തിന്റെ ഭാഗമായുള്ള വിളംബര യാത്രയ്ക്ക് പട്ടാമ്പി മേഖലയിലെ വിവിധ ക്ഷേത്രങ്ങളിൽ സ്വീകരണം നൽകി. നാരായണീയ മഹോത്സവ സമിതി സംസ്ഥാന സമിതി അംഗം VP രവീന്ദ്രൻ വിളംബര യാത്ര ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പി മുക്കാരത്തി ഭഗവതി ക്ഷേത്രത്തിൽ നിന്നുമാണ് വിളംബര ഘോഷയാത്രയ്ക്ക് തുടക്കമായത്. ചടങ്ങിൽ ഒറ്റപ്പാലം മേഖലാ അധ്യക്ഷൻ ഗോപിനാഥ് ആമയൂർ അധ്യക്ഷനായി. ക്ഷേത്രം മേൽശാന്തി ഭദ്രദീപം തെളിയിച്ചു.
കണയം വേണുഗോപാൽ, രാജീവ് ചോറോട്ടൂർ, രാജൻ മേനോൻ, സുമംഗല പട്ടാമ്പി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. പട്ടാമ്പി മേഖലയിലെ മുതുതല മഹാഗണപതി ക്ഷേത്രം, പുലാശ്ശേരി അയ്യപ്പൻകാവ്, ആമയൂർ കൂർമാവതാരം, വള്ളൂർ വിഷ്ണു ക്ഷേത്രം, കീഴായൂർ വെള്ളിലപ്പെട്ടി മഹാവിഷ്ണു ക്ഷേത്രം, ഓങ്ങല്ലൂർ ഗണപതിൻകാവ് എന്നിവിടങ്ങളിൽ വിളംബര യാത്രയ്ക്ക് സ്വീകരണം നൽകി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ ആപദാമഹർത്താരം ദാതാരം സർവസമ്പദാ ലോകാഭിരാമം ശ്രീരാമം ഭൂയോ ഭൂയോ നമാമ്യഹം ഘടാനനം കുന്ദുപരകുമരക്തം മഹാമതിം ദിവ്യമയൂരവാം. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ചെറുതുരുത്തി ഹയർ സെക്കൻഡറി സ്കൂളിലെ 1976-77 SLC ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടന്നു. സ്മൃതി സംഗമം എന്ന പേരിൽ സംഘടിപ്പിച്ച പൂർവ്വ വിദ്യാർത്ഥി സംഗമം വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. നമ്മൾ ഈ വാഴ നനയുമ്പോൾ ചീര നനയട്ടെ എന്ന് പറഞ്ഞ പോലെ ഞാനിന്ന് സ്ത്രീകളുടെ കുടുംബസംഗമം, നമ്മുടെ കുടുംബശ്രീയുടെ സംഗമം 500 സ്ത്രീകൾ പങ്കെടുക്കുന്ന ഒരു പരിപാടി പഞ്ചായത്തിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉച്ചയ്ക്ക് 1:30 മണി ട്രെയിനാണ് തിരിച്ചു പോകേണ്ടതുള്ളൂ. ട്രെയിൻ ഇറങ്ങിയപ്പോൾ വരുമ്പോഴാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഒരു പരിപാടിയിലും കൂടി പങ്കെടുക്കണം. UR പ്രദീപാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത്, ഞാനാണ് അതിൻ്റെ അധ്യക്ഷൻ. അപ്പോൾ നിങ്ങളുടെ ഈ പരിപാടിയിൽ പങ്കെടുത്ത് ചെറുതുരുത്തിയിലൊരു ബോട്ട് ക്ലബിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞാണ് ഞാൻ വരുന്നത്. പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ സ്മൃതി സംഗമം പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ മുണ്ടനാട്ട് അധ്യക്ഷനായി. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അംഗവും നർമ്മപ്രാസംഗികനുമായ VK സുരേഷ് ബാബു മുഖ്യപ്രഭാഷണം നടത്തി. സ്കൂൾ പ്രധാനാധ്യാപിക ആൻസിയമ്മ, UK മാധവൻ, മറിയമ്മ, പ്രകാശൻ, ലീല തുടങ്ങിയവർ സംസാരിച്ചു. KV ഗോവിന്ദൻകുട്ടി, KC ഉണ്ണിക്കുട്ടൻ തുടങ്ങിയവരും സംസാരിച്ചു. തുടർന്ന് കലാപരിപാടികളും ഓണസദ്യയുമുണ്ടായി. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. അനങ്ങനടി പഞ്ചായത്തിൽ അംഗൻവാടി ജീവനക്കാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് നിയോഗിച്ച സമിതിയിൽ രാഷ്ട്രീയ പക്ഷപാതം ആരോപിച്ച് പ്രതിപക്ഷ പ്രതിഷേധം. BJP UDF അംഗങ്ങൾ ശിശുവികസന ഓഫീസർക്ക് പരാതി നൽകി. നിലവിലെ പട്ടിക റദ്ദാക്കാതെ കമ്മിറ്റിയിലേക്ക് പുതിയ അംഗങ്ങളെ തെരഞ്ഞെടുത്ത നടപടി പുനഃപരിശോധിക്കണമെന്ന് ആവശ്യം. ചാവക്കാട് ബ്ലാങ്ങാട് ബീച്ചിൽ കടലാനയുടെ ജഡം കണ്ടെത്തി. കടലിൽ പൊങ്ങിക്കിടക്കുന്ന നിലയിൽ ജഡം കണ്ടെത്തിയത് കരയിൽ നിന്ന് 2 നോട്ടിക്കൽ മൈൽ അകലെ. വടക്കഞ്ചേരി എങ്കക്കാട് ജനവാസ മേഖലയിൽ കണ്ടെത്തിയ കൂറ്റൻ മലമ്പാമ്പിനെ പിടികൂടാനായില്ല. കേരള സർക്കാർ വെറ്റിനറി ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കലാമേള ഷൊർണൂരിൽ. നിഹാരിക 2024 സംഘടിപ്പിച്ചത് നില റെസിഡൻസിയിൽ. കലാരംഗത്തെ മികവ് തെളിയിച്ച് വിവിധ ജില്ലകളിൽ നിന്നെത്തിയ വെറ്റിനറി ഡോക്ടർമാർ. ഗുരുസ്മരണയിൽ നാട്. ശ്രീനാരായണ ഗുരുവിന്റെ 97ാമത് മഹാസമാധി ദിനം ഇന്ന്. SNDP നേതൃത്വത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ സമാധി ദിനാചരണ ചടങ്ങുകൾ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.